കേരളത്തിലുള്ള CPM എന്ന പാർട്ടി ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കാലം ഏറെയായി. സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടർന്ന ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും തൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയും പിന്നീട് അവരൊക്കെ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റികൾ നിയന്ത്രിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അച്യുതാനന്ദൻ നയിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലാവധി പൂർണ്ണമാകുമ്പോഴേക്കും പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന CPM ജില്ലാ കമ്മിറ്റികളാണ് കേരളത്തിൽ മുഴുവൻ പിന്നീട് ഉണ്ടായത്. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി നയിച്ച ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഈ ജില്ലാ കമ്മിറ്റികളെ കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ആ സോളാർ വിഷയം അടക്കം അങ്ങനെ നടത്തുവാൻ സാധിക്കുകയും UDF സർക്കാരിനെതിരെ ശക്തമായ ഒരു ജനകീയ വികാരം വളർത്തിയെടുക്കുവാനും ഈ ശക്തമായ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ നയിച്ച CPMന് സാധിച്ചിരുന്നു. എങ്കിലും തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖാവ് VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്ന് തോന്നുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ മാത്രമായിരുന്നുവല്ലോ ഈ കേരളം മുഴുവൻ അന്ന് പതിച്ചത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പോലും MLA സ്ഥാനത്തേക്ക് മത്സരിച്ച പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ VSൻ്റെ ചിത്രം പതിച്ച ആ പോസ്റ്ററുകളും ബോർഡുകളുമാണ് ഏറെയുണ്ടായത്. CPM മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും അതുതന്നെയായിരുന്നു സ്ഥിതി. എന്നാലോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മാറി മറിയുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VS അച്യുതാനന്ദന് പകരം ശ്രീ പിണറായി വിജയൻ്റെ പേരാണ് CPMൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന CPMൻ്റെ എല്ലാ MLA വരും അവരൊക്കെ പറയുവാൻ തയ്യാറായത്. അവസാനം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും VS അച്യുതാനന്ദൻ വെറും ഒരു MLA ആയി നിയമസഭയിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ പിണറായി വിജയൻ തൻ്റെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ എത്തിയെങ്കിലും അന്നു മുതൽ കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിലെ CPMനെയും നിയന്ത്രിക്കുന്നത് ശ്രീ പിണറായി വിജയൻ മാത്രമായിരുന്നതാണ് നമ്മളിവിടെ കണ്ടത്. 5 വർഷക്കാലം പൂർത്തിയാക്കിയ ഇടതുപക്ഷ സർക്കാർ വീണ്ടും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ, അതും കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി തുടർച്ചയായിട്ടുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും ശാരീരിക വിഷമതകൾ ചൂണ്ടിക്കാട്ടി സഖാവ് അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തതോടെ ശ്രീ പിണറായി വിജയൻ സർക്കാരിലും പാർട്ടിയിലും വലിയ ഒരു കരുത്താർജിക്കുകയായിരുന്നു. ഇതിനിടയിൽ കോടിയേരിയുടെ നിര്യാണത്തെ തുടർന്ന് ജയരാജനും ഗോവിന്ദ മാഷുമൊക്കെ അങ്ങനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നുവെങ്കിലും പാർട്ടിയെയും സർക്കാരിനെയും ഇങ്ങനെ പിണറായി വിജയൻ എന്ന ഈ അച്ചുതണ്ടിൽ ബന്ധിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണിപ്പോഴും. സർക്കാരിൽ ഒന്നുകൂടി പിടിമുറുക്കുവാനാണ് കഴിവുള്ള പല മുൻ മന്ത്രിമാരെയും പിണറായി വിജയൻ രണ്ടാമത്തെ മന്ത്രിസഭയിൽ ഒഴിവാക്കിയത്. പകരം തൻ്റെ വാക്കിന് എതിർവാക്കില്ലാത്ത പലരെയും മന്ത്രിമാരാക്കുകയും ചെയ്തു. അതിലേറിയ പങ്കും മന്ത്രിമാരാകുവാൻ ഒരു യോഗ്യതയുമില്ലാത്തവരായിരുന്നുവെന്ന് ആ കാലം തെളിയിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയും കേരളത്തിൽ ഒരു മാറ്റം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർ പോലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന വ്യക്തമായ ധാരണയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൂടെ CPMനും ശ്രീ പിണറായി വിജയനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ ഈ രണ്ടാം സർക്കാരിൻ്റെ കാലാവധി 2006 അവസാനിക്കാനിരിക്കെ പുതിയ ഒരു ഫോർമുലയുമായി CPM രംഗത്ത് വരികയാണ്. ഇക്കാലയളവിൽ അമിതമായ ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പോലും അകന്നുപോയ ഭൂരിപക്ഷ സമുദായാംഗങ്ങളെ അങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫോർമുല. എന്നാൽ ന്യൂനപക്ഷ സ്വാധീന മേഖലകളിൽ സമുദായ സംഘടനകളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിൽ ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തുക എന്ന രീതിയും CPM തുടരുകയാണ്. മാത്രമല്ല ഭൂരിപക്ഷ സ്വാധീന മേഖലകളിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും PDPയും ഒരേ അച്ചുതണ്ടിൽ പ്രവർത്തിക്കുന്നു എന്നൊരു പ്രചരണം CPM ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന് വലിയ പരിക്കേൽപ്പിക്കാതിരിക്കാൻ CPM നേതൃത്വവും പിണറായി വിജയനും വളരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. കാരണം UDFലെ പ്രതീക്ഷ വിട്ടാൽ ഏത് നിമിഷവും LDFിലേക്ക് വരുവാനുള്ളവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു കാര്യം അത് നന്നായി അറിയാവുന്നവരാണ് CPM. പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ കാലമത്രയും വെറും വാചക കസരത്തുകൾ മാത്രം നടത്തിയിരുന്ന സതീശനും കൂട്ടരും ഇനി തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അത് കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതിനാൽ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെ തെരുവിലിറക്കി സമരം ചെയ്യിപ്പിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നു എന്നൊരു തിരിച്ചറിവിലാണ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളോ നേതാക്കളോ ആണെങ്കിൽ പോലും അവരെ ശക്തമായി തന്നെ നേരിടുവാൻ പോലീസിനിപ്പോൾ ശക്തമായ നിർദ്ദേശം ഇടതുപക്ഷ ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. അതിനായി കോൺഗ്രസിൻ്റെ എത്ര ഉന്നതരാണെങ്കിൽ പോലും
അവർക്കെതിരെ കേസെടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും സമരം ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ശാരീരികമായി തന്നെ നേരിട്ട് അവരെ കേസിൽപ്പെടുത്തുവാനും ജയിലിൽ അടക്കുവാനും കർശന നിർദ്ദേശം തന്നെ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും BJP അടക്കമുള്ള ദേശീയ ജനാധിപത്യ മുന്നണിയിൽ അതിൽപ്പെട്ട ആരുടെയും ബുദ്ധിമുട്ടും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ ഉണ്ടാകുമെന്ന് ഒരു ലെവലേശം പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള BJPയുടെ ഇപ്പോഴത്തെ ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ മൗനം വല്ല അന്തർധാരയുടെ ഭാഗമായിട്ടാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെയും നമുക്ക് കുറ്റം പറയുവാൻ ഇപ്പോൾ സാധിക്കില്ല. ഏതായാലും നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരുവാനും നിലവിലുള്ളവ നിലനിർത്തുവാനുള്ള ഏത് നിലയ്ക്കുള്ള കളികൾക്കും CPM ഇപ്പോൾ തയ്യാറാകും. കൂട്ടത്തിൽ സർക്കാരിനെതിരായി തെരുവിലേക്കിറങ്ങുന്ന ആരാണെങ്കിലും അവരെ പോലീസിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്ത് സമരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യും. ഇതിനിടയിൽ ഏത് നാറിയ കളിക്കും ശ്രീ പിണറായി വിജയനും കൂട്ടരും തയ്യാറാകുമെന്ന ഒരു വേദിയായി 2025 കേരളം മാറുമെന്നതും ഉറപ്പായിരിക്കുകയാണ്.